ഇന്നത്തെ യാത്ര കോറൽ ഐലൻഡ് കാണാനായിട്ടാണ്. അപ്പം ബസ് വന്നിട്ടുണ്ട്, 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബസ്സിലേക്ക് കയറുന്ന തിരക്കിലാണ്. എല്ലാവരും നല്ലൊരു അടിപൊളി മൂഡിലാണ്. ഒരേ ഡ്രസ്സൊക്കെ ഇട്ട കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു കൂട്ടം ആൾക്കാർ, ഒരു ഫാമിലിയാണ് അവർ നേരത്തെ പ്ലാൻ ചെയ്ത് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും കൊച്ചുകുട്ടികളും വലിയവരും എല്ലാം സഹിതം ഒരേ ഡ്രസ്സാണ്. പട്ടായ പിയറിൽ എത്തിയിട്ടുണ്ട്. ബോട്ട് കെട്ടി ഇവിടെ നിന്ന് വേണം സ്പീഡ് ബോട്ടിൽ പോകാനായിട്ട്. ഏകദേശം ഉച്ചവരെ ഇന്ന് അവിടെ ആയിരിക്കും. ഇവിടെ ഒരു ക്ലോക്ക് ടവറൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും വണ്ടി ഇറങ്ങി. ഇവിടെ പട്ടായ സൈൻ ബോർഡ് കാണിക്കുന്നുണ്ട്. ആ സൈൻ ബോർഡ് നോക്കിയേക്കാം. ഇതാണ് പട്ടായ സിറ്റി സൈൻ ബോർഡ്. ഈ കാണുന്നതാണ്. അതൊരു കുന്നിൻ്റെ പുറത്താണ്. അവിടെ നമുക്കത് വ്യൂ പോയിൻ്റാണ്. അവിടെയൊക്കെ നമുക്ക് കയറാവുന്നേ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ടൊക്കെ പോകും. പട്ടായ സിറ്റി വ്യൂ പോയിൻറ്റ്. ചെരുപ്പ് ചപ്പലൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ തിരക്കിലാണ്. കഴിഞ്ഞ ഷൂസൊക്കെ ഇട്ടുകൊണ്ടാണ് കൂടുതൽ പേരും വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെരുപ്പ് വാങ്ങിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇനി സ്പീഡ് ബോട്ടിലാണ് പോകേണ്ടത്. ഏകദേശം 7 കിലോമീറ്റർ അകലെയായിട്ടാണ്. അത് ചെറിയൊരു ദ്വീപാണ് കോറൽ ഐലൻഡ്. കോഹ്ലാൻ ഐലൻഡ് എന്നാണ് പറയുന്നത്. പറഞ്ഞ് കോറൽ ഐലൻഡ് എന്നായി. കോറൽ റീഫ്സൊക്കെ അവിടെ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും കോറൽ ഐലൻഡ് എന്ന് പറയുന്നത്. ബോട്ടിയെട്ടിയിലേക്ക് പോയാണ് ഞങ്ങൾ നടന്ന്. കയ്യിലൊരു ബാൻഡൊക്കെ കെട്ടി തന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ബാൻഡാണ്. ഈ ബാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അകത്തോട്ട് കയറ്റത്തുള്ളൂ. ആ കാണുന്നതാണ് പിയർ, കടൽപ്പാലം. സിജാസ് അവരാണ് നമ്മളെ ഇനി നയിക്കുന്നത്. ആ സ്ത്രീയാണ്. മറ്റേവർ പോയി. കയറിയിരിക്കുകയാണ്. ഇവിടെയാണ് ബോട്ടൊക്കെ അടുക്കുന്നത്. കടൽപ്പാലത്തിൻ്റെ 2 സൈഡിലായിട്ടും ആണ് അടുക്കുന്നത്. അവിടെ നിന്നാണ് കയറി പോകുന്നത്. സിറ്റി സൈനാക്കാണ്. പട്ടായ സിറ്റി സൈൻ. ഇതിനൊക്കെയുള്ള സ്പീഡ് ബോട്ടിലാണ് ഞങ്ങൾ പോകേണ്ടത്. അപ്പോൾ എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. സിംഗിൾ ലൈൻ. കുറച്ചുകൂടെ മുന്നോട്ട് നിൽക്കാം, എല്ലാവർക്കും ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. ധാരാളം ആളുകൾ ഇവിടുന്ന് കോറൽ ഐലൻഡ് കാണാനായിട്ട് നമ്മുടെ ആൾക്കാർ സ്റ്റെപ്പിൽ നിൽക്കുക. ഇഷ്ടംപോലെ സ്പീഡ് ബോട്ടുകളുണ്ട്. സ്മെല്ലേ? ആ മതി മതി. എല്ലാം കൂടെ ഒരെണ്ണത്തിനകത്ത് കയറത്തില്ല. അങ്ങനെ ഞങ്ങൾ സ്പീഡ് ബോട്ട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്.
പാരാസൈലിംഗ് പ്ലാറ്റ്ഫോം. Remove your life jacket, please. Take off your life jacket and leave back your seat. And then check your belonging with you. Don't forget anything in your seat. അതായത് പാരാസൈലിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് കിടക്കുകയാണ്. അത് ചെയ്യേണ്ടവർക്കും അധികം പോരെ. ഒരു പാരാസൈലിംഗ് പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് നടക്കുന്നൊരു സ്ഥലമാണ്. പാരാസൈലിംഗ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണിത്. ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാരാസൈലിങ്ങിന് 1200 തായ് ബാത്താണുള്ളത്. പാരാസൈലിംഗ് ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ പാരാസൈലിംഗ് മാത്രമേ ഉള്ളൂ. ഓരോരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഓരോരോ കാര്യങ്ങൾ നടത്തും. 4 ആക്ടിവിറ്റിയാണ് ഉള്ളത്. തുടങ്ങിയെടുത്ത് തന്നെ കറക്റ്റായിട്ട് ഒന്ന് ഇറങ്ങുകയും ചെയ്യും. വളരെ സേഫായിട്ടാണ് തോന്നുന്നത്. ഓരോരുത്തർ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. ഓരോരുത്തർ വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്ട് പറഞ്ഞാൽ വരുന്നത്. കയറ്റി വിടും. ഇറങ്ങുന്നു, ഒരാളെ കയറ്റുന്നു, അതുകൊണ്ട് വൃത്തിയാക്കി വിടും. എന്തൊരു സ്പീഡിലാണ് കാര്യം നടക്കുന്നത്. ഇതൊരു കറക്കം കറക്കി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കറക്കം കറക്കി വരുമ്പോഴത്തേക്ക് റൗണ്ട് ആവും. 800 കാര്യം പാസ് കൊടുക്കണം. അതാണ് വരുന്നത്. മാറ്റുന്നു, അടുത്താളെ കയറ്റുന്നു. കണക്ഷമെല്ലാം വിട്ടുപോയാൽ നേരെ തന്നെ ഉള്ളത്. ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. കാര്യമില്ല. രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. നിൽക്കുകയാണ്. കുറച്ച് പേരൊക്കെ പാരാസൈലിങ്ങിന് പോകുന്നുണ്ട്. കുറച്ച് 4 പേരുണ്ട്. 4 പേര് അതിന് തയ്യാറായിട്ടുണ്ട്. 5 പേര് തയ്യാറായിട്ടുണ്ട്.
സ്ലീപ്പർ കണ്ണാടി വെക്കാൻ പറ്റത്തില്ല. തൂങ്ങി കിടന്നോളൂല്ലേ? നമ്മ പറഞ്ഞ മതി നമ്മ കൈ വിട്ടില്ല. കൈ വിട്ടാൽ തുടക്കത്തിൽ ഓടുന്നു. సంతోష్ ఫోటో చేస్తా ఉండమని ఒక్క నిమిషం ఉండి పోదాం. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും കോറൽ ഐലൻഡിലേക്ക് പുറപ്പെടുകയാണ്. കുറച്ച് പേര് സീ വാക്കിങ്ങിന് വേണ്ടി പോയൊക്കെയാണ്. ക്യൂബ ഇവിടെ ഇല്ലെന്നുണ്ട്, സീ വാക്കിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ മെയിൻ കോറൽ ഐലൻഡിലോട്ട് പോവുകയാണ്. സ്പീഡ് ബോട്ടിൽ തന്നെയാണ് യാത്ര. ബാക്കി സീ വാക്കിങ്ങിന് പോയവർ അവർ നേരെ കോറൽ ഐലൻഡിലേക്ക് കൊണ്ടെത്തിക്കും. น่าจะครบแล้วโอเคbaby ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓരോരോ ആക്ടിവിറ്റീസിന് കൊണ്ടുപോകുന്ന പ്ലാറ്റ്ഫോമാണ്. മെയിനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത് ഈ പാരാസൈലിംഗ് ആണ് നടക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഓരോ സ്ഥലത്തോട്ട് നമ്മൾ ബനാന ബോട്ടിംഗ് റൈഡൊക്കെ കോറൽ ഐലൻഡിൽ ചെന്നതിന് ശേഷം ജെറ്റ് സ്കീ ചെയ്യും. 2 ആക്ടിവിറ്റി, 2 ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഒരെണ്ണം ഇവിടെ തന്നെ നടക്കുന്നത്, ഒരെണ്ണം ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഞങ്ങൾ ബോട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഫ്രണ്ടിലത്തെ ഒരു സീറ്റ് കിട്ടി. തൊപ്പിയൊക്കെ പറന്നു പോകുന്നറിയത്തില്ല. Over there is free of cost. If you follow us, free for toilet and free for share also. Okay? Then time right now, 11 o'clock sharp. We have to waiting for the undersea walking person also. We have time at here 1.5 hours. Okay? 12:30 we leave. Okay? നമ്മൾ കോറൽ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്.
ഇപ്പം കോറൽ ഐലൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ കോറൽ ഐലൻഡിൽ കുറേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ ബീച്ച് ശാന്തമായ തിരയൊന്നുമില്ലാത്ത ബീച്ചാണ്. ആ ബീച്ച് തിരയില്ലാതാവാൻ കാരണമുണ്ട്. പിന്നെ നാച്ചുറലായിട്ടുള്ള ഒരു പുലിമുട്ട് ഇവിടെ സംവിധാനം ഇവിടെ ഉണ്ട്. ചെറിയൊരു കുന്നുണ്ട് ഇവിടെ, നോക്കിക്കോണം കുന്ന്. ഇത് കറങ്ങി കിടക്കുക, റാ ഷേപ്പിൽ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ കടൽ എന്തായാലും ശാന്തമായിരിക്കും. അപ്പോൾ നാച്ചുറലായിട്ടുള്ളൊരു പുലിമുട്ട് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ശാന്തമായ ഒരു കടൽ കിട്ടുന്നത്. അതുകൊണ്ട് ആൾക്കാർ ധാരാളം വരാൻ കുളിക്കാനൊക്കെ ആയിട്ട് നല്ല സൗകര്യമുണ്ട് ഇവിടെ, തിരയൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ ഏകദേശം 7 കിലോമീറ്റർ നമ്മൾ പട്ടായ ബീച്ചിൽ നിന്ന് ഇവിടത്തേക്ക് ഉണ്ട്. സ്പീഡ് ബോട്ടിലാണ് വന്നത്, അല്ലാതെ സാധാരണ ഫെറി ബോട്ടുണ്ട്. അത് വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് ഇവിടെ റേറ്റിലൂടെ വരാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബനാന ബോട്ട് റൈഡുണ്ട്, ജെറ്റ് സ്കീയിങ് ഉണ്ട്, അതുപോലെ സീ വാക്കിംഗ് ഉണ്ട്, പിന്നെ പാരാഗ്ലൈഡിംഗ് ഉണ്ട്. ഇത്ര ആക്ടിവിറ്റീസാണ് ഇവിടെ ഉള്ളത്. സ്കൂബ ഡൈവിങ്, സ്നോർക്കലിംഗ് ഒന്നും അവരുടെ ആക്ടിവിറ്റീസിൻ്റെ കൂട്ടത്തിൽ കണ്ടിട്ടില്ല. ഇതാണ് കോറൽ ഐലൻഡ്. അപ്പോൾ എല്ലാ ടൂറിസ്റ്റുകളും, തായ്ലൻഡ് വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് കോറൽ ഐലൻഡ്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന നമുക്ക് ഒരു ബീച്ചിൽ പ്രത്യേകമായിട്ട് തോന്നേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും കേരളത്തിലുള്ളവർക്ക് അറേബ്യൻ കടൽ നമ്മളെ തീരത്ത് മൊത്തം ഉള്ളതുകൊണ്ട് നമുക്ക് തുടർന്നും പിടിക്കുന്ന എല്ലാം ബീച്ചസാണ്. പ്രമുഖങ്ങളായ ഇഷ്ടംപോലെ ബീച്ചസ് നമുക്ക് കേരളത്തിലുണ്ട്. അതൊന്നും കാണാതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു കുന്നാണിത്. ഇതിൻ്റെ മുകളിൽ എന്താണെന്ന് അറിയത്തില്ല. അതിൻ്റെ അപ്പുറത്തെ സൈഡും കടൽ തന്നെ ആയിരിക്കും. ഒരു ഐലൻഡാണല്ലോ. ഇത്രയാണ് കോറൽ ഐലൻഡിൽ കാണാനുള്ളത്. വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണാനായിട്ട് സ്മാരകങ്ങളൊക്കെ ഉണ്ടെന്നും തോന്നുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. ബീച്ച് തന്നെയാണ്. ഈ നട്ടുച്ചയ്ക്ക് ഓഫീസ് കിട്ടോ ഇങ്ങനെ നിൽക്കണം. അതാ വെള്ളം തിരയടിച്ച് ഞാൻ വെള്ളത്തിലാണ് ഞാൻ ചോദിച്ച സത്യമോ കള്ളമോ നീ പറ, ന്യായമായ ചോദ്യം. കുറെ ദിവസത്തേക്ക് പരിപൂർത്തിയുടെ അവിടെ അപ്പൊ അവർക്കിങ്ങനെ വരുമാനം തിരിച്ചു വരുമാനം അല്ല. ആരെങ്കിലും വരുമ്പോ അവരുടെ കാശ് വേണ്ടേ? നേരത്തെ കണ്ടില്ലേ ഒരു പോലീസുകാരനും മറ്റേ ട്രിപ്പിൾ അടിച്ച് പോകാൻ പോലീസുകാരനും എയർ ഹോസ്റ്റസൊക്കെ ആൾക്കാരെ നശിപ്പിക്കുന്നത്. അത് റഷ്യൻ എയർ ഹോസ്റ്റസായിരുന്നു. കോറൽ ഐലൻഡ് സന്ദർശനം കഴിഞ്ഞു. തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ ബോട്ടിൽ ഞങ്ങൾ 27 പേരുണ്ട്. ബാക്കി 10 പേര് അടുത്ത ബോട്ടിൽ വരും. 27 പേർക്ക് ഇതിനകത്ത് കയറാൻ പറ്റും. അടുത്ത് ഊണ് കഴിക്കാനായിട്ട് പോവുകയാണ്. Remove your life jacket and stand up. ഇപ്പോൾ നിൽക്കുന്നത് സ്പീഡ് ബോട്ട് ഫയറിലാണ് നിൽക്കുന്നത്.